നിസ്സാര പ്രശ്നത്തിന് 7 പേരെ ഒരു ദിവസം വെട്ടി. ഒരു സ്ത്രീയെ അടക്കം 7 പേരെ വെട്ടി. ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ചില ദിവസമൊക്കെ ഇവര് വരുമ്പോൾ ഭയങ്കര ചീത്ത വിളിയാണ് ഈ മൂത്തവൻ വരുമ്പോ. നൻപ നൻപികളെ, നെയ്യാറ്റിൻകര ഗോപേട്ടന്റെ സമാധി കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു മരണ വാർത്തയായിരുന്നു ഇത്. ഈ ഒരു വാർത്ത വന്ന ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. ആൻഡ് ഇവരുടെ ഈ ഒരു കേസിൽ ഈ ഒരു ഫാമിലി പരമായിട്ട് ഇവർക്ക് ബുദ്ധിയില്ല, അത്ര മന്ദബുദ്ധികളാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇവർക്ക് എവിടെയൊക്കെ കുറച്ച് ബുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരങ്ങനത്തെ കുറച്ച് ബുദ്ധിക്കളികൾ ഇവരെ കളിക്കുന്നുണ്ട്. കാര്യം ഇവരുടെ ഈ ഒരു സ്ക്രിപ്റ്റിനകത്ത് ഏറ്റവും വലിയൊരു വീക്ക് ലിങ്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മയാണ്. ഇവരുടെ അമ്മ സ്ക്രിപ്റ്റിലില്ലാത്ത കുറേ ഡയലോഗ് പറയുന്നതും പിന്നെ ഓവറായിട്ട് കാണിക്കുന്ന കുറേ ആക്ടിങ്ങും ഒക്കെ ഇവരുടെ കയ്യിൽ നിന്ന് നൈസായിട്ട് പാളിപ്പോകുന്നുണ്ട്. ഇത് ഇവരുടെ മൂത്ത മകൻ തന്നെ ഇത് നോട്ടീസ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്പോട്ടിലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വിഷയത്തിലോട്ട് വരാം. ആദ്യം ഇവരുടെ അമ്മ, ഞാൻ പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് ഇവരുടെ അമ്മ. ഈ അമ്മയുടെ ഒരു വിഷ്വൽ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇവരെന്ത് ചോദിച്ചാലും ഓം 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 ഈ സാധനമാണ് പറയുന്നത്. രണ്ടാൾക്കാരെ നല്ല തെറി വിളിക്കണമെങ്കിലും ഓം ചേർത്തിട്ടാണ് ഇവർ വിളിക്കുന്നത്. ഇവർ ഈ ഓമിൻ്റെ ഈ പവർ ഇങ്ങനെ കൂടുന്നുണ്ട്. ചിലപ്പോൾ ആ മൂത്ത മകൻ തന്നെ ചിലപ്പോൾ ഇവരുടെ അണ്ണാക്കിൽ പഴം വല്ലതും തിരികെ കയറ്റി വെക്കും. കാര്യം സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവർ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ അടിക്കുന്നുണ്ട്. അതിലോട്ട് വരാം. അതിനുശേഷം ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ അമ്മ ഇവരുടെ ഈ ഒരു സമാധിയെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്നൊരു ബൈറ്റ് ഉണ്ട്. അത് ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം. സമാധിയിൽ എല്ലാ അച്ഛൻ മോന് പറഞ്ഞു സമാധി ആവുമ്പോഴും ജീവൽ സമാധി ആവുമ്പോഴേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞ അതേപടി ഈ എന്തൊരു ബ്രഹ്മ തലച്ചോറ് എന്തൊരു ഈ ഇംഗ്ലീഷിൽ എന്താ അതേപോലെ ബ്രെയിനിൽ അതിൻ്റെ ഇത് വന്ന് ഇങ്ങനെ ഇങ്ങനെ കിഴക്കോട്ട് ഇങ്ങനെ അങ്ങോട്ടാണ് ഇത് കിഴക്കോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ സൂര്യദേവനിങ്ങനെ ഞാൻ അമ്മ അങ്ങനെ ഉറപ്പിച്ചില്ല എങ്കിലും അമ്മ സമാധി ആയെന്നാണ് തോന്നുന്നത്. അമ്മ ഓടി വന്ന് എൻ്റെ മരുമോള് ഞാൻ അപ്പോഴുള്ളൂ ഓടി വന്ന് പറഞ്ഞു. ഞാനും ഇവിടുന്ന് പോയപ്പം അത് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയായിട്ട് ആട്ടൽ കുലുക്കൽ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും നമുക്കങ്ങനെ ഒരു ഭർത്താവ് മരിക്കണെ കാണാൻ സാധിക്കും. ഞാൻ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. എങ്കിലും അങ്ങനെ വന്നത് കണ്ടാൽ നമ്മളിപ്പോഴാണ്. എന്നിട്ട് എനിക്കറിയാതെ സങ്കടം വന്ന് കരയാം. അമ്മ വാഗൊത്തിരി അമ്മ അച്ഛൻ പറഞ്ഞ കർമ്മം ഞാൻ പൂർത്തിയാക്കട്ടെ. അമ്മ ഇവിടെ കിടന്ന് നിലവിളിക്കല്ലേ അമ്മ, എൻ്റെ അമ്മ ചെല്ലക്കിളി അല്ലേ അമ്മ എൻ്റെ ചെല്ലക്കിളി. അപ്പം ആ മകനാണ് അച്ഛനെ ഇതുപോലെ തല്ലിക്കൊന്ന് സമാധിയാക്കി അതിനകത്ത് കൊണ്ട് വെച്ചേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ തല്ലിക്കൊല്ലുന്നതാണോ എന്താണെന്ന് നമുക്കിപ്പോഴും ആ സംഭവം പൊളിച്ചാൽ മാത്രമേ. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെ അത് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിന് എപ്പോഴത്തേക്കിന് വീഡിയോ നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളത് എനിക്കറിയത്തില്ല. ആ ഒരു സംഭവം നിങ്ങൾ എന്നോടൊന്ന് ക്ഷമീർ. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഈ മൂത്ത മകൻ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത്. അത് ഇങ്ങോട്ട് ഞാൻ വെക്കാവേ. ഈ കാര്യങ്ങളെല്ലാം ഇല്ല ഇത്രയും അവർക്ക് ഇല്ല അവർ ഉറപ്പിക്കണം. ഞാൻ കാര്യമല്ല നീ ശ്രദ്ധിക്കണം. എൻ്റെ ആക്ക് ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. ഈ അമ്മ മോനോട് പറയുന്നുണ്ടല്ലോ നീ ശ്രദ്ധിക്കാതെ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കിന് ആ മകൻ ഈ മീഡിയാസിൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പെട്ടെന്ന് ഇങ്ങനെ സഡനായിട്ട് കയറി വരുന്നു. ഇതെന്താണ് ഈ പറയുന്നത്? കയ്യിൽ നിന്ന് വല്ലതും പോകുന്നുണ്ടോ? സ്ക്രിപ്റ്റിനില്ലാത്ത സാധനം പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ടിൽ കയറി വന്നേക്കുന്ന സാധനമാണ്. ഇനി വേറൊരു സാധനം കൂടെ ഞാൻ വെക്കാം ഇവിടെ. സത്യമായിട്ട് ഒന്ന് പറയണം. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യം പ്രവർത്തിക്കും. ഞാൻ പറയുന്നതിന് അമ്മയൊന്നും മിണ്ടായിരിക്കുന്നു. സ്ക്രിപ്റ്റ് ഇല്ലാത്ത സാധനം കയറി പറയല്ലേ, ഇച്ചിരി ഓവറാക്കി ചളവാക്കി കൊളവാക്കൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അമ്മയൊന്നും മിണ്ടാതിരി എന്ന് പറയുന്നതിലൂടെ. ഇതിനകത്ത് വേറൊരു ബൈറ്റോടെ ഉണ്ട്. അതായത് എനിക്കൊന്ന് റിപ്പോർട്ടർ ടിവിയുടെ ആണെന്ന് തോന്നുന്നു. ഞാനത് നിങ്ങൾ ഓൾറെഡി കണ്ടൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ പലരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ക്ലിപ്പ് ഇവിടെ വെക്കാത്തത്. ഇവരുടെ അമ്മ വന്നിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിത്താ, കാര്യം ഞാൻ മറുപടി പറയാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ എഴുതിത്താ എന്ന് പറയുന്നൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കാണാതെ പഠിച്ച് പറയാനുണ്ട്. കാര്യം അറിയാതെ കയ്യിൽ നിന്ന് എങ്ങാനും വീണ് പോയാലോ. അതുകൊണ്ട് തന്നെ മൂത്ത മകൻ എങ്ങാനും ഞാൻ ഒരു കാര്യം പറയണം, ഉടനെ എങ്ങാനും ഈ അമ്മ സമാധി ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ച് ആ മൂത്ത മകനാണ്. കാരണം സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഡയലോഗൊക്കെ ഈ അമ്മ കയറി പറയുന്നത് കൊണ്ടും ഓവറാക്കി ചളവാക്കുന്നതുകൊണ്ടും ഈ മൂത്ത മകൻ മിക്കവാറും ഈ അമ്മേനെ സമാധിയാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഒരാളെ ഞാൻ ഇവിടെ കാണിച്ചത് ഇതേപോലെ ഒരു അപ്പൂപ്പൻ സമാധിയായി എന്ന് പറഞ്ഞ് ഈ കൂട്ടത്തിൽ വന്നിട്ട് രോക്ഷാകുലനായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് തന്നിരിക്കുന്ന ഒരു പുള്ളിയാണ്. അതോടെ ഞാൻ ഇവിടെ വെക്കാം. എന്റെ അപ്പൂപ്പൻ ഇതൊരു സമാധിയായതാണ്. ഇപ്പൊ ഒരു കംപ്ലൈന്റ് കൊടുത്താലും ഞാൻ അടിച്ചു കൊട്ടി തൂക്കി സമാധി ഇരിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു മാൻ മിസ്സിംഗ് കംപ്ലൈന്റ് എടുത്തിട്ട് പൊളിക്കാൻ വരും അവര്. ഇയാളെ നോക്കി വെച്ചോ. മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ അപ്പൂപ്പൻ സമാധിയായതാണ്. ഇയാൾ തല്ലിക്കൊന്നതാണോ എന്നുള്ള എന്താ ഭയങ്കരമായിട്ടുള്ള സംശയം എനിക്കുണ്ട്. നോക്കി വെച്ചോ. ഇവരുടെ ഈ ഒരു കേസ് തെളിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ വീട്ടിലോട്ട് നേരെ ആൾക്കാർ പോകണം. സമാധിയാക്കി വെച്ചേക്കെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഇനി ഇതിനകത്ത് ഈ അച്ഛനെ സമാധി ആക്കി എന്ന് പറയുന്ന അല്ലെങ്കിൽ സമാധി കണ്ടുകൊണ്ട് നിന്ന് നേരിട്ട് ജീവൻ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നത് കണ്ട നേരിട്ട് കണ്ടൊരു മകനുണ്ട്. ആ മകൻ പറയുന്ന ഒരു സാധനത്തിൽ ഒരു വൈരുദ്ധ്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ അച്ഛൻ അവിടെ വന്നിരുന്ന് സമാധിയിൽ ധ്യാനത്തിൽ
ആ ശരീരത്തിൻ്റെ 6 ആധാര ചക്രങ്ങൾ നടത്തി കുണ്ടലിനി ശക്തികൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊന്നും ഇന്നത്തെ ശാസ്ത്രലോകത്തിനൊന്നും ഇനി കണ്ടുപിടിച്ച് അവൻ്റെ ഒരു കുണ്ടലിനി. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന 6 ആകാര ചക്രങ്ങൾ എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അത് 6 അല്ല 7 ആകാര ചക്രങ്ങളാണ് ഉള്ളത്. അപ്പം ഇയാൾ പറയുന്നത് എന്താ പറയുക, ഭയങ്കര ഫേക്കായിട്ടുള്ള സാധനമാണ്. പിന്നെ ഇതിനകത്ത് സമാധിയുടെ സാധനം ഇയാൾ ആദ്യം പറയുന്നതിലും കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ പ്രോപ്പറായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാത്ത കാര്യങ്ങളാണ് ഇയാൾ സംസാരിക്കുന്നത്. ഇനി ഇയാളുടെ മൂത്ത മകൻ അവനാണ് ഇതിനകത്തിലെ വർഗീയതയുടെ വിഷവിത്ത് ഇവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷെ ഇവൻ പറയുന്ന ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ അത് ഞാൻ ഇവിടെ വെക്കാം. സാറിപ്പോൾ ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തുക എന്നതുള്ള ഇതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്താനായിട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കാര്യം ഇപ്പോൾ ഇവിടെ അച്ഛൻ സമാധിയെ തുടർന്ന് സമാധിയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ആക്രമിക്കാനായിട്ടാണ് മുസ്ലിങ്ങളെല്ലാം കയറി വന്നിട്ടുള്ളത്. പറയണമെന്നത് മനസ്സിലാക്കുക. ഇവന് മുസ്ലിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു ഹേറ്റ് ഉണ്ട്. സീരിയസ്ലി പറയാണ്. ഇത് മറ്റൊരു വിഷയിലൂടെ ഞാൻ ഇവിടെ വെക്കാം. ഇവൻ ഈ വർഗീയതയുടെ ഈ വിഷം തുപ്പുന്നുണ്ടല്ലോ. അതായത് ഇവൻ ഈ മുസ്ലിങ്ങളുടെ ഇത്രയും നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ അടുത്ത് ഈ വിദ്വേഷം വെറുപ്പുള്ള ആരാണ്? തീവ്രമായിട്ടുള്ള ഹിന്ദു മതത്തോട് അത്രയും ഇതായിട്ടുള്ള ആളുകളാണ്. പിന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അമ്പലമായിട്ട് ചുറ്റപ്പെട്ട ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഈ സമാധി ഇത്തരം വിശ്വാസങ്ങളുടെ ഒരു തീവ്രത വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കാര്യം തീവ്രമായിട്ടുള്ള ആ ഒരു വിശ്വാസം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഇവർ അന്ധന്മാരായിട്ട് നിൽക്കുന്ന കുറെ പൊട്ടന്മാരായിട്ടുള്ള ക്രിമിനൽസ് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം മുസ്ലിങ്ങൾ തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദി ഈ സാധനമാണ് അവൻ്റെ മൈൻഡ് ഹിറ്റ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൻ ഈ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഈ മതപരമായിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ട് കയറിയേക്കുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇതൊരു നരബലിയാണോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാൻ സംശയം തോന്നിപ്പിക്കുന്ന സാധനമാണ് ഇവൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഇവനാണെങ്കിൽ ഇച്ചിരി സ്കീം ഇറക്കിയതാണ്. കാര്യം ആ സംഭവം പൊളിക്കാതിരിക്കാനെ കൊണ്ട് നേരെ ഇവന്മാരെ അമ്മേനെയാണ് മുന്നിൽ നിർത്തുന്നത്. ഓരോ കാര്യത്തിലും അമ്മേനെ മുന്നിൽ നിർത്തിയിട്ട് ഓരോ കളിമാർ കളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, പിന്നെ അമ്മേനെ കൊണ്ടിരുത്തിട്ട് സ്ക്രിപ്റ്റ് പറയിപ്പിക്കുമ്പോഴും ഇടയ്ക്കുമാർക്ക് നല്ല പേടിയുണ്ട്, കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതാണ് ഈ മൂത്ത മകൻ ഇടയ്ക്കൊന്ന് വന്ന് കയറി പിടിക്കുന്നുണ്ട്. ഈ മൂത്ത മകൻ തന്നെ ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട്, അമ്മ ഓവറാക്കി ചളവാക്കല്ലേ എന്നുള്ള സാധനം കൂടെ പറയുന്നുണ്ട്. ഇനി ഇവന്മാരെ 2 പേരെ പറ്റിയിട്ട്, ഈ മക്കളെ 2 പേരെ പറ്റിയിട്ട് അവിടുത്തെ ഒരു നാട്ടുകാരുടെ ഒരു കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ പിള്ളേരൊന്നും ശരിയല്ല, 2 പേര് ശരിയല്ല. അത് ഒരുത്തം 3 പെണ്ണാറ്റം കിട്ടി. ആദ്യത്തെ ഇവിടെ കൊച്ചിവിടെ കല്യാണം കഴിയുന്നത് ഇവിടെ പൊരുത്തം വരില്ല എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് പോയി. കേട്ടില്ലേ, പൊരുത്തം വരൂല എന്ന് പറഞ്ഞുള്ള സംഭവം. ദാറ്റ് മീൻസ് ഇവർക്ക് ഈ വിശ്വാസത്തിന്റെ തീവ്രത ഓൾറെഡി ഈ കേസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇവർക്ക് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു വിശ്വാസത്തിന്റെ സാധനം തലയിലടിച്ച് കയറിയേക്കുന്നതിന്റെ പേരിലാണ് ഇത്തരം ഒരു സംഭവം. ഇവരെ ഒരു എന്താ പറയുക, ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ 2025 വന്നിട്ട് ഇവർ അത്ര ആൾക്കാരുടെ മുന്നിൽ പറയുന്നത് ഇത് ജീവൻ പോകുന്നത് ഇങ്ങനെ ഞാൻ കണ്ടുകൊണ്ട് നിന്നു, സമാധിയായി, ഈ സാധനം പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം ഈ പൊരുത്തക്കേടുകൾ, ആ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു പൊരുത്തം ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കല്യാണം ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ഭാര്യയെ ഉപേക്ഷിക്കുകയാണ്, ആ ഒരു രീതിയിലോട്ട് പോകുമ്പോഴത്തേക്കിന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാര്യം ഇവന്മാർ എല്ലാം ഈ മഷിയിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ അല്ലെങ്കിൽ ശേർച്ചക്കുറവുകൾ, ഗ്രഹനില തെറ്റി, ഇത് അങ്ങനത്തെ സംഭവങ്ങൾ ഡീപ്പായിട്ട് നിൽക്കുന്നവന്മാരാണ്. തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്കുണ്ടായിട്ടുള്ള ചില ദിവസമൊക്കെ ഇവർ വരുമ്പോൾ ഭയങ്കര ചീത്ത വിളിയാണ്. ഈ മൂത്തവൻ വരുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും. അപ്പം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇന്ന് മൂത്തവൻ വന്ന് ചീത്ത വിളി എന്നൊക്കെയാണ് പറയണത്. ഈ മൂത്തം വന്ന് ചീത്ത വിളിക്കുന്ന ഈ സംഭവം പറയുമ്പോൾ നോർമലി ഒരു വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളാകുമ്പോഴത്തേക്കിന് അവർക്ക് എന്തെങ്കിലും വിവരം കെട്ടവന്മാർ അല്ലെങ്കിൽ വെള്ളം അടിച്ചിട്ട് ഇത് എങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് തള്ളിവിടാം. പക്ഷേ ഇവരുടെ വീട്ടിൽ ഈ വഴക്കുണ്ടാവുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അന്വേഷിക്കണം. കാര്യം ഈ മൂത്ത മകൻ വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്ത മകൻ മാറി താമസിച്ചിട്ട് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ സംതിങ് ഫിഷി. കാര്യം എന്താണ് യഥാർത്ഥ കാര്യം എന്നുള്ള പുറലോകത്ത് അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയത്തില്ല. കാര്യം ഈ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇവർക്കകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. കാര്യം വഴക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലും വെളിയിലോട്ട് കേട്ടാലേ ഉള്ളൂ, അല്ലാതെ ഇവർക്കിടയിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഇവർക്ക് അറിയില്ലെന്ന് വളരെ കൃത്യമായിട്ട് ഈ ചേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഇനി ഈ മൂത്ത മകൻ ലാസ്റ്റ് 24-ന് കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് ഉണ്ട്. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസ ജീവിതത്തിലേക്കാണ് സന്യാസ ജീവിതമാണ് അച്ഛൻ്റെത്. കാര്യം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മരുത്തമലയിൽ ഒരു അച്ഛൻ ആശ്രമമുണ്ട്. ആ ആശ്രമം അച്ഛൻ അയ്യാ വൈകുണ്ഠ സ്വാമിക്ക് അത് കൊടുത്തിട്ടാണ് അച്ഛൻ ഇവിടെ ക്ഷേത്രം പണിയുന്നത്. ഇവൻ വലിയ സ്വാമിയാണ്, അതായത് ഇയാളുടെ ഗോപേട്ടൻ വലിയ സ്വാമിയാണ്. മരുത്തമലയിലൊക്കെ മറ്റേ സംഭവം ഉണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് കേട്ടോണ്ടിരിക്കുന്നവർ പൊട്ടന്മാരാ. ഓക്കെ ഇയാൾ പറഞ്ഞ പോലെ സ്വാമിയാണ്, കാര്യങ്ങളൊക്കെ ശരി. പക്ഷെ അവിടുത്തെ മറ്റൊരാൾ പറയുന്ന ഒരു കാര്യം കൂടെ ഇവിടെ വെക്കാം. ഈ കോവില് 2 വർഷം കൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ പൂജയും കാര്യങ്ങളൊന്നുമില്ല. പൊതുവെ നാട്ടുകാരെ ഈ പരിസരത്തോട്ട് ആരും കയറ്റാറില്ല, അവർ തന്നെ കയറ്റാറില്ല. നാട്ടുകാരൊന്നും ഇവിടെ വരല്ല. ഈ ഗോപൻ എന്ന് പറയുന്ന ആള് ആറാലമൂട് മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയാണ്. ഇവര് ഇപ്പൊ മകനൊക്കെ പറയുന്നത് അയാള് സ്വാമി എന്നാണ്. അത് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല.
നാട്ടുകാർക്കും അറിയാൻ സാധ്യത കുറവാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്. നാട്ടുകാർക്കാർക്കും അറിയത്തില്ല എങ്ങനെയാണ് ഇയാൾ സ്വാമിയായിട്ടുള്ളത്. പക്ഷെ മകന് മാത്രം അറിയാം. നാട്ടുകാരും അറിയാതെ അങ്ങനെ നാട്ടിലൊരു സ്വാമി ഉണ്ടാവിടെ? ഒരാളും അറിയാത്ത രീതിയിലൊരു സ്വാമി, വീട്ടിൽ മാത്രം ഒളിച്ചു കഴിയുന്ന ഒരു സ്വാമി, അങ്ങനെ ഒരു സ്വാമി ഉണ്ടാവുമോ? എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് സ്വാമി ആയതെന്നുള്ളത്. പക്ഷെ സമാനമായ ഒരു കേസ് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ നേരത്തെ താമസിച്ചിരുന്നിടത്ത് ഇദ്ദേഹത്തിന്റെ മൂത്ത മകൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് നാട്ടുകാരൊക്കെ അറിയാമെന്നുള്ളതാണ്. അന്ന് അയാൾ വീട്ടിനകത്ത് ഇതുപോലെ ഒരു കുഴിയൊക്കെ എടുത്ത് അതിനകത്ത് സമാധി പോലെ ആക്കുന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ളവർ അത് തടഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിനകത്ത് തന്നെ സാധാരണ രീതിയിൽ കുഴിച്ചു മൂടിയിട്ടുണ്ട് ഇയാളുടെ മൂത്ത മകൻ. ഓക്കെ, ഇതിന് സമാനമായിട്ടുള്ള കേസ് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പം ഈ ഒരു കേസിൽ, അതായത് മുൻപ് ഇടയിൽ ഒന്ന് ആലോചിക്കും, സ്വന്തം വീട്ടിൽ തന്നെ കുഴിച്ചിടുക എന്ന് പറയുമ്പോഴത്തേക്കിന് വീടിനകത്ത് സാധാരണ എല്ലാവരും പറമ്പിലും കാര്യങ്ങളൊക്കെ, ഇനി പുള്ളി പറഞ്ഞതിൻ്റെ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ബുദ്ധിമുട്ട് ഇതാണോന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഞാൻ മനസ്സിലാക്കിയതുപോലെ വീടിനകത്ത് തന്നെ ആണെങ്കിൽ അതും ഭയങ്കര സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ ആവേശ സിനിമയ്ക്കകത്ത് ഫഹദ് ഫാസിൽ ഒരാളെ വീടിനകത്ത് അടുക്കളയ്ക്കകത്ത് കുഴിച്ചിടുന്നില്ലേ, ഇനി അതുപോലത്തെ സംഭവം വല്ലതും ആണോ? ഇനി അത് കഴിഞ്ഞാൽ മറ്റൊരു നാട്ടുകാരൻ പറയുന്നുണ്ട് ഇത് ആരാണ് നമ്മുടെ ഗോപേട്ടൻ എന്നുള്ളത്. ഗോപേട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട്. നാട്ടുകാരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ വീടെന്ന് പറഞ്ഞാൽ പ്ലാവള സ്കൂളിൻ്റെ അടുത്താണ്, പൂവാർ റോട്ടിൽ സ്കൂളിൻ്റെ താഴെ ചാണൻ്റെ കരയിലാണ് താമസിച്ചിരുന്നത്. നിസ്സാര പ്രശ്നത്തിന് 7 പേരെ ഒരു ദിവസം വെട്ടി. ഒരു സ്ത്രീയെ അടക്കം 7 പേരെ വെട്ടി. അവിടെ നിന്ന് ഒളിച്ചോടി കുറച്ച് ദിവസം എവിടെ പോയി കിടന്നിട്ട് പിന്നെ ആറാലുമുട്ടി വന്ന് വസ്തു വാങ്ങിച്ച് 7 പേരെ ചുമ്മാ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ വെട്ടിയ ആളാണ് നമ്മുടെ ഗോപേട്ടൻ. ആ ഗോപേട്ടനാണ് പിന്നീട് സ്വാമിയായിട്ട് മാറുന്നത്. ഓക്കെ, വീട് വെച്ച് അവിടെ ചെമ്പ് തൊഴിലാളിയായിരുന്നു. ആറാലുമുട്ടി തീവപ്പ് കേസിൽ എല്ലാം പ്രതിയാണ്. ഇയാൾ ആരുടെ അണ്ടർവേൾഡാ? തീവപ്പ് കേസ്, 7 പേരെ വെട്ടിക്കൊന്നു, വലിയൊരു ക്രിമിനലാണ് ഈ സമാധിയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. പിന്നെ ഇവിടെ കോവിൽ വെച്ച് ഇവിടെ കിടക്കായിരുന്നു. ഒരു നിയമം ഉണ്ടായി, എനിക്കറിഞ്ഞൂടെ. എങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരെ എനിക്ക് കൊന്നെടുത്ത് അങ്ങ് കുഴിച്ചു മൂടായിരുന്നു. അല്ല, അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഈ രാവിലെ വാൾ പോസ്റ്റ് ചെയ്ത് അവിടെ നേരത്തെ അടിച്ചു വെച്ചിരുന്നതാണെന്ന് തോന്നുന്നു, കൊണ്ടുവന്ന് അവിടെ ഒട്ടിച്ച്. മറ്റ് വീട്ടുകാരുടെ സമീപനമൊക്കെ എങ്ങനെയാണ്? നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ വല്ല ഈ കോവിലുണ്ടാക്കി വെച്ചിട്ട് അവിടെ കയറ്റം ഉറക്കില്ല, പൂട്ടിയിട്ടാക്കി. അങ്ങനെയാണ് കോവിൽ ഇങ്ങനെ ആരും ഇതിനകത്ത് കയറ്റൂല. ഓക്കെ, ഇവന്മാര് നല്ല ഉഡ്ഡായിപ്പാണ്. ഓക്കെ, ഇവര് ഈ സമാധിയായി എന്ന് പറയുന്ന അച്ഛൻ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സംഭവം പൊളിക്കുമ്പോൾ ഈ സമാധിയായി എന്ന് പറഞ്ഞ ഈ അച്ഛന് പകരം, ഈ ഗോപേട്ടന് പകരം വേറെ ആരുടെങ്കിലും ആ ബോഡി കിട്ടുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ഇതിനകത്തിലെ ട്വിസ്റ്റ്. പിന്നെ അതല്ല, ഈ ഇപ്പം ഇവരുടെ ഗോപേട്ടൻ തന്നെ ആണെങ്കിൽ ഈ 2 മക്കളും, അതിനകത്ത് മെയിനായിട്ട് ഈ മൂത്ത മകൻ മക്കളെ ഇതിനകത്തല്ല, എനിക്ക് തോന്നുന്നു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ആ മൂത്ത മകനാണെന്ന് തോന്നുന്നു. കാര്യം ഇവനാണ് എല്ലാവരെയും ഇട്ട് കളിപ്പിക്കുന്നത്. മറ്റേ ഇളയ മകൻ, മറ്റേ ആ കണ്ണാടി വെച്ച അങ്ങേരാണല്ലോ ഈ പറയുന്ന സമാധിയൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് വലിയ ജ്യോതിഷത്തെ പറ്റിയിട്ട് വലിയ ബോധം വിവരമൊന്നും ഇല്ലാത്ത ആളുകളാണ് മെജോറിറ്റി എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ 6 ആകാര ചക്രങ്ങളെന്നും പിന്നെ സമാധി ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ മനസ്സിലാക്കുക 7 ആകാര ചക്രങ്ങളാണുള്ളത്. ഇത് അറിയുന്ന ആളുകൾ വെച്ച് എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് ഇയാൾ പറയുന്നതൊക്കെ ഫൂളിഷ്നെസ് ആണ്, ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന സംഭവങ്ങളാണ്. പിന്നെ ഈ മൂത്ത മകൻ അമ്മയുടെ കയ്യിൽ സ്ക്രിപ്റ്റ് പാളുമ്പോഴത്തേക്ക് നൈസായിട്ട് സ്പോട്ടി വന്ന് അത് ക്ലിയർ ആക്കാനെ കൊണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ മുസ്ലിങ്ങളോടുള്ള ആ ഒരു വിദ്വേഷം അത് തെളിയിക്കുന്നത് ഇവർക്ക് തീവ്രമായിട്ട് ഈ ഒരു മതവിശ്വാസത്തോടുള്ളൊരു പരിപാടി കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഹിന്ദു മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ വ്രണപ്പെടുത്തുന്ന സംഭവം എന്നൊക്കെ കണ്ട തെമ്മാടിത്തരം മൊത്തം കാണിച്ചിട്ട് ആരെങ്കിലും കൊന്നിട്ടിട്ട് നമുക്കിതുപോലെ മതത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വരൂലല്ലോ, എല്ലാവർക്കും പിന്നെ അങ്ങനെ ആയിക്കൂടെ. ഇപ്പം ഈ ഒരു കേസ് മുൻകാലങ്ങളിലും ഇവർ ഇതേ സമാനമായിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുള്ളത് കൊണ്ടും ഈ ഒരു കേസ് ഇവർ അന്നത് ഫെയിലിയർ ആയിപ്പോയി. ഓക്കെ, ഇന്ന് ഇവിടെ സക്സസ് ആയിട്ട് ഇവരത് ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു കേസിന് ഇത് സമാധി അത് പൊളിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതുപോലെ ആളുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. എന്തായാലും ഇതിനെ പറ്റിയിട്ട് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.